വിവാഹബന്ധം വേർപെടുന്നത് നമ്മളുടെ ഇടയിൽ നിന്ന് സർവ്വസാധാരണമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഹൈന്ദവരുടെ ഇടയിലായിരിക്കാം ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതലായി നടക്കുന്നത്. വിവാഹത്തേക്കാൾ എളുപ്പം വിവാഹബന്ധം വേർപെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സൂക്ഷ്മവശങ്ങളെ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുഭവസ്ഥരായിട്ടുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം. എന്തായിരിക്കും ഇതിന് കാരണം? മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ നമ്മളും ഒരു ഇരയായിരിക്കാം. നമ്മുടെ കുടുംബത്ത് അങ്ങനെ അനുഭവങ്ങളുള്ള പലരും ഉണ്ടാകാം. നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകാം, നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. പക്ഷേ ഈ ദമ്പതിമാരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായൊരു കാരണം പറയാനില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ ബാഹ്യമായ ചില ഇടപെടലുകളും ബാഹ്യമായ ചില കാരണങ്ങളുമായിരിക്കും ഇത്തരം വിവാഹബന്ധത്തിൻ്റെ വേർപെടലിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ദമ്പതികളായിരിക്കില്ല, ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. മറിച്ച് ബാഹ്യമായ ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും ഈ ഒരു വിഷയത്തിലേക്ക് ഉണ്ടാകാനുള്ള കാരണം തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ തൻ്റെ വരുതിക്ക് നിർത്താൻ അവരുടെ വീട്ടുകാർ തമ്മിൽ ശ്രമിക്കുന്ന ചില കിടമത്സരങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പലപ്പോഴും മാന്ത്രിക കർമ്മങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ, അങ്ങനെയുള്ളതിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. അതായത് തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൻ്റെ മകൻ തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും, കുടുംബാംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സമൃദ്ധമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ ശ്രദ്ധയും പരിഗണനയും പരിചരണവുമെല്ലാം ഭാര്യയിലേക്ക് പോകുമ്പോൾ തനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടു പോകുന്നു, അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടു പോകുന്നു, സഹോദരിക്ക് സഹോദരനെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ചിന്ത, ഒരു വിഭ്രാന്തിയോടുകൂടിയ ചിന്ത ഇത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് തങ്ങളെ ആകർഷിക്കാനായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു വരുതിക്ക് നിൽക്കാനായിട്ട് ഒരു വശ്യപ്രയോഗം ചെയ്യാനായിട്ടായിരിക്കാം പലപ്പോഴും മാന്ത്രികനോട് പറയുന്നത്. പക്ഷേ അയാൾ പലപ്പോഴും ചെയ്യുന്നത് കൈവശപ്രയോഗങ്ങളായിരിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇവർ തമ്മിലുള്ള ദമ്പതിമാർ തമ്മിൽ പലപ്പോഴും സ്വരച്ചേർച്ചയില്ലാതെ വരികയും അത് വളരെ വലിയൊരു വഴക്കിലേക്ക് കലാശിക്കുകയും അവസാനം ഈ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതലും ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നതുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഭാര്യമാരുടെ ഇതുപോലെ തന്നെയാണ്. അവൻ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ്റെ വീടിനോടാണ് അവന് കൂടുതൽ പ്രാധാന്യം, അവൻ വീടിനോടാണ് പ്രാധാന്യം ചെയ്യുന്നത്, അവൻ വീട്ടുകാരോടാണ്, അവർ പറയുന്നതാണ് കേൾക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന ഭാര്യയുടെ പരാതി കേട്ടുകൊണ്ട് വീട്ടുകാരും ഒരുപക്ഷെ ഇത്തരം മാന്ത്രികരുടെ സഹായത്തോടു കൂടി അവനെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ വരുതിക്ക് നിർത്താനായിട്ടൊരു ശ്രമം നടത്തി നോക്കാം. ഇതെല്ലാം ഏൽക്കുന്നത് കൂടുതലും പുരുഷന്മാർക്കാണെന്നുള്ളതാണ് സത്യം. ആ ഭാര്യ വീട്ടുകാരുടെ ആകാം, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ആകാം, രണ്ട് വീട്ടുകാരുടെയും തങ്ങളുടെ വരുതിക്ക് നിൽക്കാൻ ഈ പുരുഷനെ അവർ ശ്രമിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചില നിഗൂഢ മാന്ത്രിക പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായി നടക്കുകയും അവസാനം ഈ ഒരു വൈവാഹിക ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെയൊക്കെ പിന്നിലും പലപ്പോഴും ഇതുപോലെ നിഗൂഢമായ പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് ഒരു ജ്യോതിഷൻ എന്ന നിലക്ക് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിവാഹിതരാകുന്നവരും വിവാഹിതരാകാൻ പോകുന്നവരും എല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് വീട്ടുകാരുടെയും ബാഹ്യമായ ഇടപെടലുകളിൽ നിന്ന് നിങ്ങൾ മോചിതരായി നിങ്ങൾ സ്വതന്ത്രമായ ഒരു വ്യവസ്ഥാപിതമായൊരു ഭാഗത്തേക്ക് മാറുക. അവർ രണ്ടുപേരുടെയും ഇത്തരത്തിലുള്ള നിഗൂഢ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തടയാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിവാഹബന്ധവും അവസാനം കുടുംബ കോടതിയുടെ വരാന്തയിൽ തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ
ഈ വീട്ടുകാരോടും അതുപോലെ തന്നെ വിവാഹിതരായിട്ടുള്ളവരോടും വിവാഹം കഴിക്കാൻ പോകുന്നവരോടും പറയുന്നതായിട്ട് കരുതിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ.